ഹലോ ഗൈസ്, അപ്പം നമ്മൾ രാവിലെ തന്നെ മോൻ്റെ സ്കൂളിലേക്ക് പോകാം കേട്ടോ. മോനെ ഈ വർഷം പുതിയ സ്കൂളിലേക്ക് ചേർത്തിട്ടുണ്ടായിരുന്നു. ഇനി 5ാം ക്ലാസ്സിലോട്ടോ കേട്ടോ. അപ്പം വലിയ കുട്ടിയായി. എത്ര പെട്ടെന്നല്ലേ വർഷങ്ങളൊക്കെ കടന്നു പോകുന്നത്. അപ്പോൾ നമ്മൾ മോൻ്റെ സ്കൂളിൽ രാവിലെ പോയി യൂണിഫോമൊക്കെ മേടിക്കണം. ടീച്ചർ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ യൂണിഫോം മേടിക്കാനായിട്ട് സ്കൂളിലേക്ക് വന്നിരിക്കുന്നത്. ഇതാണ് സ്കൂൾ ഗ്രൗണ്ടാണ്. അപ്പോൾ ഫുട്ബോളൊക്കെ കളിക്കാനൊക്കെയുള്ള അത്യാവശ്യം ഗ്രൗണ്ടൊക്കെ ഉണ്ട്. അവന് ഫുട്ബോളിനോടൊക്കെ വലിയ താല്പര്യമെങ്കിലും നേരത്തെ പഠിച്ച സ്കൂളിനെക്കാട്ടിലും കുറച്ച് വലിയ സ്കൂളായതുകൊണ്ട് തന്നെ ആൾക്ക് വലിയ ചെറിയൊരു പേടിയുണ്ടെന്ന് ആദ്യം വന്നപ്പോഴൊക്കെ. ഇതാണ് ഹോളി ഫാമിലി എന്നാണ് സ്കൂളിൻ്റെ പേര് കേട്ടോ, കോട്ടയത്ത്. അപ്പോൾ നമ്മൾ സ്കൂളിൽ വന്ന് യൂണിഫോമൊക്കെ മേടിച്ചു. അത്യാവശ്യം ആൾക്ക് ഫീസൊക്കെ അടയ്ക്കാനായിട്ടാണ് വന്നത്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ വീട്ടിലോട്ട് പോകാം കേട്ടോ. അപ്പോൾ തിരിച്ച് പോകുന്ന വഴിക്ക് നമ്മൾ സ്കൂൾ ഗ്രൗണ്ട് ഫുള്ളൊന്ന് ചുറ്റിയൊന്ന് വീഡിയോ പിടിച്ചു. കാര്യം വീട്ടിൽ കൊണ്ടുവന്ന് അവരെ അച്ഛനെ കൊണ്ട് കാണിക്കാൻ വേണ്ടിയിട്ട് സ്കൂൾ ഫുള്ളൊന്ന് വീഡിയോ പിടിക്കുകയാണ്. അപ്പോൾ കുഴപ്പമില്ല, അത്യാവശ്യം വലിയ ഹയർ സെക്കൻഡറി കോളേജ്, ഇവരുടെ തന്നെ കോളേജൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ ആകുമ്പോൾ നമുക്ക് കൊണ്ടുവന്ന് ആക്കാനും വിളിച്ചുകൊണ്ട് വരുവാനൊക്കെ നമുക്ക് ആ ഒരു ബുദ്ധിമുട്ടുകൊണ്ടാണ് നമ്മൾ മാറ്റിയതൊക്കെ. അപ്പം നമ്മൾ കൊണ്ടുവന്ന് ചേർത്ത് നമ്മൾ തിരിച്ചു വരുന്ന വഴിക്ക് ഒരു നെല്ലിമരം കഴിഞ്ഞ വർഷമേ നമ്മൾ കണ്ടതായിരുന്നേ. നെല്ലിമരം അതിൽ നിറച്ചിങ്ങനെ കുഞ്ഞ് നെല്ലിക്ക കഴിഞ്ഞ വർഷം കണ്ടപ്പോൾ അവൻ പറഞ്ഞത്, പക്ഷെ നമ്മൾ പറിച്ചില്ല, സ്കൂളായതുകൊണ്ടൊരു മടിയായിരുന്നു. അപ്പോൾ ഇപ്രാവശ്യം പറഞ്ഞപ്പോൾ നമ്മൾ ഓട്ടച്ചേട്ടൻ ഓട്ട നിർത്തി തന്നു കേട്ടോ, നെല്ലിക്ക പറിക്കാനായിട്ട് ഓട്ട നിർത്തി തന്നു. അത് ശരിക്കും നെല്ലിക്ക കിടപ്പുണ്ട് കേട്ടോ, നിറച്ചൊരു നെല്ലിക്ക കിടപ്പുണ്ട്. അപ്പം നമ്മൾ പറിക്കാനായിട്ട് ഇറങ്ങിയപ്പോൾ കുറേ പേര് അവിടെ അഡ്മിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് കുറേ പേരൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ അവർ നമ്മൾ നോക്കിക്കൊണ്ട് പോവുക. അവർക്കറിയാലോ പ്രഗ്നൻ്റ് ആയതുകൊണ്ട് പിന്നെ എല്ലാവരും നോക്കി ചിരിച്ചുകൊണ്ട് പോട്ടെ, നെല്ലിക്ക വേണമെന്ന് പറഞ്ഞു. അപ്പോൾ കുഞ്ഞു നെല്ലിക്കകൾ നിറച്ച് പിടിച്ചിടപ്പുണ്ട് കേട്ടോ, മരത്തിൽ നിറച്ച് കുഞ്ഞു നെല്ലിക്കകൾ പിടിച്ചത്. ഞാനും മോനും അവിടെ വെച്ച് തന്നെ 1-2 നെല്ലിക്ക മോൻ ആദ്യം തന്നെ ഇറങ്ങി പറിക്കുന്നുണ്ടായിരുന്നു. ഞാനും പറിച്ചൊരെണ്ണം പറിച്ച് കഴിച്ചു നോക്കി. അത്യാവശ്യം നല്ല കയ്പ്പുണ്ട് കേട്ടോ, കയ്പ്പുള്ള നെല്ലിക്ക. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഈ ചീമ നെല്ലിക്ക എന്ന് പറഞ്ഞിട്ടൊരു നെല്ലിക്കുണ്ട്, ചീമ നെല്ലിക്കോ അങ്ങനെ എന്തോ എൻ്റെ വീട്ടിലുണ്ട്. അപ്പോൾ അതാന്ന് ഓർത്തിട്ട് ശരിക്കും പറഞ്ഞാൽ നിർത്തിയത് കേട്ടോ. പക്ഷെ ഇറങ്ങിയപ്പോഴാണ് ഈ നെല്ലിക്ക. എങ്കിലും കുറേ പിടിച്ച് കിടപ്പുണ്ട്. നമ്മൾ കുറച്ചേ പറിച്ചുള്ളൂ, അത്യാവശ്യം കുറച്ച് പറിച്ചിട്ട് എടുത്ത്. അത് നമ്മൾ കഴിച്ചതിന് ശേഷം നമ്മൾ കുറച്ച് വെള്ളം കുടിക്കാൻ നല്ല മധുരമാണ്. തിന്നിട്ടുള്ളവർക്കൊക്കെ അറിയാം. ഇതാണ് കൂടുതൽ ഗുണം കേട്ടോ. നമ്മൾ നെല്ലിക്കയിൽ ഏറ്റവും ഗുണമുള്ള നെല്ലിക്ക ഇതാണ്ടോ, ശരിക്കും നെല്ലിക്ക ഉണ്ട്, നല്ല രസം അതിങ്ങനെ പിടിച്ച് കിടക്കുന്നത് കാണാൻ തരുന്നുണ്ടോ. കുറച്ച് നെല്ലിക്ക നമ്മൾ പറിച്ചെടുത്തു, നല്ല രസമായിരുന്നു. അവൻ കഴിച്ച് ആദ്യം മധുരം, ഇയാൾ ചെറിയ ഒരു പുളിപ്പൊക്കെയാണെന്നൊരു ചാടി എടുത്ത, പുളിയോട് ഭയങ്കര താല്പര്യം അവനും എടുത്ത. പക്ഷേ എടുത്തപ്പോഴാണ് കയ്പ്പ്. ആളിങ്ങനെ എടുത്തിട്ട് പിന്നെ ഓട്ടയിൽ കയറുന്നതിന് ഇങ്ങനെ തിന്നിട്ട് പിന്നെ തുപ്പി കളയുന്നുണ്ടായിരുന്നു. നമുക്കെന്നാൽ ഈ വീട്ടിൽ വന്നിട്ട് വെള്ളമൊക്കെ കുടിച്ച് നോക്കാം, അപ്പോൾ നല്ല മധുരമായിരിക്കും ഇങ്ങനെ പറഞ്ഞു. നമ്മൾ കുറച്ച് നെല്ലിക്കയൊക്കെ പറിച്ച് നമ്മളപ്പം നെല്ലിക്കയൊക്കെ ആയിട്ട് വണ്ടിയിലോട്ട് നമ്മൾ പോകുന്ന വഴിക്ക് ഒരു സാധനമൊക്കെ മേടിക്കണമായിരുന്നു. അപ്പം നമ്മൾ നെല്ലിക്കയെല്ലാം പറിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഹോട്ടലിലോട്ട് കയറുകയാണ്. സാധനമൊക്കെ മേടിച്ചിട്ടാട്ടോ നമ്മൾ വീട്ടിലോട്ട് വന്നത്. അപ്പോൾ നമ്മുടെ പുതിയ ചാനലായതുകൊണ്ട് തന്നെ വളരെയധികം സബ്സ്ക്രൈബേഴ്സൊന്നും ആയിട്ടില്ല. അപ്പം വീഡിയോ കാണുന്നവരെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിടണേ, സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് ലൈക്കും ചെയ്യണേ. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പം ബൈ.